Hello my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് നിങ്ങളുടെ ലവ് ലൈഫിൽ ഓഗസ്റ്റ് മാസം സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം. സോ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, കറന്റ് ലവ് ലൈഫ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കാം നിങ്ങളുടെ ലവ് ലൈഫ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. ലെറ്റ്സ് സീ. നിങ്ങൾക്കിവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 കാൻഡിൽസ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2. സോ ഏത് കളറിനോടാണോ, ഏത് കാൻഡിലിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. So what is next in your relationship? So select your candle, then we can start. പല ആളുകളും റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലേ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണം, എന്തെങ്കിലും അഡ്വൈസ് വേണം, എന്തെങ്കിലും ഒരു സൈക്കിക് ക്ലാരിറ്റി നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ പറ്റി വേണം. ഓർ ഇനി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്, ആരാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി എന്ത് സൊല്യൂഷനാണ് വേണ്ടത്, എന്ത് ക്ലാരിറ്റി ആണോ വേണ്ടത്, എന്താണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി നിങ്ങൾക്ക് എന്നെ പേഴ്സണൽ ടാരോട്ട് റീഡിങ്ങിന് വേണ്ടി കണക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് കമന്റിൽ നമ്മൾ എപ്പോഴും പിൻ ചെയ്യാറുണ്ട്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഐ നോ ദാറ്റ് ഒരുപാട് ആളുകൾ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ലൈഫിൽ നമുക്കൊരു മേജർ ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ബ്ലോക്ക് ആവാൻ പാടില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്യണം. അതുപോലെ അതിന്റെ കൂടെ തന്നെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വളരെ സക്സസ്ഫുള്ളി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം അല്ലെ. സോ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആളുകൾക്ക് എന്നെ വാട്സപ്പിൽ കണക്ട് ചെയ്യാം. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. ഹേ ഗ്രൂപ്പ് നമ്പർ 1, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ആരാണ് വരുന്നത്, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. ലെറ്റ്സ് സീ. ഗ്രൂപ്പ് നമ്പർ 1, ബിഫോർ ദ റീഡിംഗ് വളരെ പ്ലസന്റ് ആയിട്ടുള്ള എനർജിയാണ്, അല്ലെങ്കിൽ വളരെ ഒരു അട്രാക്ഷൻ ആണ് നിങ്ങളിലേക്ക് എനിക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഓഗസ്റ്റ് മന്ത് നിങ്ങൾ എന്തൊക്കെയൊരു കാര്യങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഓർ നിങ്ങളൊരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റൈറ്റ് സിറ്റുവേഷൻ, റൈറ്റ് ആയിട്ടുള്ള കാര്യം, റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നതായിരിക്കാം. ഓൾറൈറ്റ്, സ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് അന്വേഷിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ പ്ലസന്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കെങ്കിൽ യു ഗൈസ് ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. അങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം നിങ്ങളെ കൂടുതൽ അട്രാക്റ്റഡ് ആക്കുന്നത് നിങ്ങൾ ഒന്നിലേക്കും ചേസ് ചെയ്യുന്നില്ല, ഒന്നിലും നോക്കിയിരിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെയൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ ഒരുപാട് നേച്ചർ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരുപാട് അട്രാക്ഷൻ ഇതിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ വളരെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളോട് എനിക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. ഓ മൈ ഗോഡ്, ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറെ ലൈഫിൽ അട്രാക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മിസ് ചെയ്യുകയോ, നിങ്ങൾ നോക്കുകയോ, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയോ, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുകയോ, ഓർ നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നതോ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്പെഷ്യലി മാരേജ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നിങ്ങൾ റൈറ്റ് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ, റൈറ്റ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന പേഴ്സൺ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ളതും, റിലേഷൻഷിപ്പിൽ നിങ്ങൾ മെച്ചുവേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും, ഓർ നിങ്ങൾ ഓൾറെഡി ഒരു പാർട്ട്ണർഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള അനുഭവങ്ങളും കമ്മിറ്റ്മെന്റും റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സ്പെഷ്യലി നിങ്ങൾ പോലും അറിയാതെ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വലിയൊരു അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം ചില ആളുകൾക്ക്. കാരണം ഇത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആണ്, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് പല പല റിലേഷൻഷിപ്പ് വന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ. സോ ആ വ്യക്തിക്ക് പ്രോബബ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നോക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ കണക്ട് ചെയ്യാനും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാനും കൂടെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ മാരിറ്റൽ പാർട്ട്ണർ ആയിരിക്കാം, ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം. ഇനി നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള വഴികൾ അവര് നോക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് ഇതുപോലുള്ള മാറ്റങ്ങൾ
നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ടൈമാണ്. ഓൾറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് നമ്മള് ചില ബട്ടർഫ്ലൈസ് കണ്ടിട്ടില്ലേ, സെയിം കളർ ആയിരിക്കാം, ഒരുമിച്ചേ പോവുള്ളൂ അല്ലെ. സോ അങ്ങനത്തെ ചില മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. അത് കാണാൻ തന്നെ വലിയ ഭംഗിയാണ് അല്ലെ. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു റൈറ്റ് പാർട്ട്ണറുടെ കൂടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓഗസ്റ്റ് മന്തിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, വെദർ നിങ്ങൾ സിംഗിൾ ഓർ മാരീഡ് ആയിട്ടുള്ള ആളുകളോ റിലേഷൻഷിപ്പിലുള്ള ആളുകളോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഒരു പാർട്ട്ണറുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ ആയിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് പല കാര്യത്തിനും. ആൻഡ് നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈം ആണ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. സോ ഡിവൈൻ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തരുന്ന ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മന്ത്. ഓൾറൈറ്റ്, സോ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചേഞ്ചസ് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യുക, അൺഎക്സ്പെക്ടഡ് ആയിട്ട് റിലേഷൻഷിപ്പിൽ വരിക, അൺഎക്സ്പെക്ടഡ് ഫ്രീഡം റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല, കാണാനുള്ള ഫ്രീഡം ഇല്ല, റിലേഷൻഷിപ്പിൽ വരാനുള്ള ഫ്രീഡം ഇല്ല. പല റീസൺസ് കൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സ്ട്രക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക. ബട്ട് ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ ടൈം ആണ് നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന്. ഓക്കെ, സോ ഓഗസ്റ്റ് മന്ത് നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ കുറെ കാലത്തെ ഒരു കാത്തിരിപ്പ് എൻഡ് ആവുന്ന ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മന്ത്. ദിസ് ഇസ് ദ ലാസ്റ്റ് മന്ത് ഓഫ് ദാറ്റ് വെയിറ്റിംഗ്. ഓക്കെ, ആ ഒരു കാത്തിരിപ്പിന്റെ ഒരു അവസാന മാസമാണ് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ നിങ്ങൾ ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾ കാത്തിരുന്നത്, ഇതിൽ കൂടുതൽ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ നോക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ വലിയൊരു കാത്തിരിപ്പ് റിലേഷൻഷിപ്പിൽ എന്താണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അത് ഇനി ഉണ്ടാവില്ല ഓഗസ്റ്റ് മന്ത്. എസ്പെഷ്യലി എൻഡ് ഓഫ് ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കുറെ കാലമായിട്ട് നിങ്ങൾ കോൺടാക്ട് ഇല്ലാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെ. സോ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ലൈഫിൽ സഡൻ ആയിട്ട് ചേഞ്ച് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സഡൻ ആയിട്ട് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ദൂരെ നിന്നിട്ടായിരിക്കാം നിങ്ങളുടെ ഒരു പാർട്ട്ണറെ നോക്കുന്നുണ്ടായിരിക്കാം. അതൊന്നുകിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അത് നിങ്ങളായിട്ട് എടുക്കുന്നതായിരിക്കാം, സിറ്റുവേഷൻസ് കാരണമായിരിക്കാം നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. ബട്ട് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വെയിറ്റ് രണ്ടാൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. രണ്ടാളും അവരുടെ ഒരു പാർട്ട്ണറെ നോക്കുന്നുണ്ട്. ഒരാളുടെ ഫിസിക്കൽ പ്രസൻസ് വളരെ മിസ് ചെയ്യുന്നുണ്ട്, ഒരാള് അവരുടെ പാർട്ട്ണർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതൊരു മാൻ ആണെന്നുണ്ടെങ്കിൽ, ഒരു മാസ്കുലിൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെക്കാൾ കൂടുതൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് മിസ് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഫെമിനിൻ ആണ് അവിടെ ഒരു കാത്തിരിപ്പ് ഉണ്ടാവുന്നത്. സോ റിലേഷൻഷിപ്പിൽ ഇതുപോലെ നിങ്ങൾക്ക് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ചില ബൗണ്ടറീസ് നിങ്ങളായിട്ട് എത്ര സെറ്റ് ചെയ്താലും നോ, യു കാൻ ഡു ദാറ്റ്. ഓക്കെ, സോ അതാണ് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മതിലുണ്ടായിരിക്കാം അല്ലെ. ലൈക്ക് അല്ലെങ്കിൽ നിങ്ങൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കണം ചില കാര്യത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പക്ഷെ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഡിവൈൻലി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മതിൽ നിങ്ങൾ അഴിച്ചു പണിയേണ്ടതായിട്ടുണ്ട്, ആ മതിൽ നിങ്ങൾ പൊളിച്ചു കളയേണ്ടതായിട്ടുണ്ട്. എവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ മാറ്റങ്ങൾ അലോ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുള്ളത്, അത് നിങ്ങൾ ഇന്റൻഷനലി ചെയ്തിട്ടുള്ളതായിക്കൊള്ളണമെന്നില്ല. ഈവൻ നിങ്ങൾ ചില കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ, മാറി നിൽക്കുന്നുണ്ടെങ്കിലോ, കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിലോ, നോക്കാതിരിക്കുന്നുണ്ടെങ്കിലോ, ഈവൻ നിങ്ങൾ സിംഗിൾ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം, റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്നുണ്ടാവില്ല, പല ലൈഫ് എക്സ്പീരിയൻസും കൊണ്ടായിരിക്കാം. ഓക്കെ, ഈവൻ നിങ്ങൾ അങ്ങനെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നോ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരേണ്ട ഡിവൈൻ ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. അവിടെ നിങ്ങൾക്കൊരു ചോയ്സ് ഇല്ല. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ആക്റ്റീവ് ആയിട്ട് വരേണ്ടതായിട്ടുണ്ട്. വളരെ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അവരായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അവരായിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ, അവിടെ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം നിങ്ങൾക്കായിട്ടൊരു ഡ്രീമോ, നിങ്ങൾക്കായിട്ടൊരു എയിമോ, നിങ്ങളുടെ പ്ലാൻസ് ഉണ്ടാവുന്നില്ല. നിങ്ങൾ രണ്ടുപേരുടെ പ്ലാൻസ് ആണ് ഉണ്ടാവുന്നത്. അത് ചില ആളുകൾക്ക് ഈ മാസം അവസാനത്തിലേക്കായിരിക്കാം നിങ്ങൾക്കത് വളരെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. എഗെയിൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഇത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്കൊരു സന്ദേശം വരികയാണ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവുകയാണ്, ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കാം നിങ്ങൾ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം.
ഓക്കെ, കുറെ കാലത്തിന് ശേഷമായിരിക്കും നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടായിരിക്കുക. നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആരാണോ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അവര് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഒരു യൂത്ത് വളരെ നല്ല രീതിയിൽ അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ പല കാര്യങ്ങളും ഒരുമിച്ച് നിങ്ങൾ കാണിച്ചു തരിക എന്നുള്ളതല്ല, നിങ്ങൾ പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്, പരസ്പരം പല കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അവരുടെ കണ്ണിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ അവർ സ്പെക്സ് യൂസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ശരീരത്തിൽ എന്തെങ്കിലും ആർട്ട് ഉണ്ടായിരിക്കാം, ടാറ്റു പോലെ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കാം, അവരുടെ ശരീരത്തിൽ ഒരു മാർക്ക് ഉണ്ടായിരിക്കാം, അത് വിസിബിൾ ആയിട്ടുള്ള ഒരു മാർക്കായിരിക്കും, അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു മാർക്കായിരിക്കും, അവരുടെ നടത്തത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം, ആറ്റിറ്റ്യൂഡിൽ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കണം, അതായത് റിലീജിയൻ വൈസ് ആയിരിക്കാം, ലൊക്കേഷൻ വൈസ് ആയിരിക്കാം, വേറെ കൺട്രിയിൽ നിന്നുള്ള പേഴ്സണും ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ കൾച്ചറിൽ നിന്ന് വരുന്ന വ്യക്തിയും ആയിരിക്കാം. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ ഉണ്ടാവുന്ന ഡിഫറൻസും ആയിരിക്കാം. ഓൾറൈറ്റ്, വളരെ കുറച്ച് ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് കുട്ടികളുണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു സിംഗിൾ പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ചില ആളുകളുടെ സിറ്റുവേഷൻ ഓക്കെ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ എത്ര എതിർക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്നേഹം പുറത്തേക്ക് ചാടിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാവും. ഓക്കെ, സോ സ്നേഹം കൊണ്ട് നിങ്ങളെങ്ങനെ ഷവർ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. ഓക്കെ, കാരണം ഓഗസ്റ്റ് മാസം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതോ ഒരുപാട് ഫാന്റസൈസ് ചെയ്തിട്ടുള്ളതോ ഒരുപാട് കാത്തിരുന്നിട്ടുള്ളതോ ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഷവർ ചെയ്യുന്നത്. അതിന്റെ ഒരു വലിയൊരു ഫ്ലോ ആണ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു എമൗണ്ടിലല്ല നിങ്ങൾ ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് വലിയൊരു കാര്യം നിങ്ങൾക്കായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ കുറെ കാലത്തിന് ശേഷമായിരിക്കും അനുഭവിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കാം അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഇത് പ്രോബബ്ലി നിങ്ങൾക്കൊരു ഹോപ്പും ഇല്ലാത്തൊരു കാര്യമായിരിക്കാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേയില്ല. കാരണം ചില ആളുകൾക്ക് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരുപാട് അനുഭവത്തിലൂടെ പോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെ, ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം, ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടായിരിക്കണം. സോ ഡെഫിനറ്റ്ലി ഓഗസ്റ്റ് മന്ത് നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യേ ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് നേരെ ഈ ഒരു കാര്യം വെച്ച് നീട്ടുന്നത് പോലെയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇത് വർത്ത് ആണ് നിങ്ങൾക്ക്. ഇത് വളരെ സ്ട്രോങ് ആയിട്ട് റൂട്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്, വളരെ വേറെ ഉറപ്പിച്ചിട്ടുള്ള ഒരു ബന്ധമാണിത്. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾക്ക് വളരെ മെച്ചുവേർഡ് ആയിട്ട് ഉണ്ടാവുന്നത്. റിലേഷൻഷിപ്പിൽ ലവ് ലൈഫിൽ മാത്രം എന്നുള്ളതല്ല, ആരാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അവര് ഒരുപാട് കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിന്റെ ബാക്കിയുള്ള മേജർ ഇവന്റ്സിലും ഈ വ്യക്തി ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. ജോബ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം, ലൈഫിനെ പറ്റിയുള്ള കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കാം. വളരെ കുറച്ച് ആളുകൾക്ക് ഇത് നിങ്ങളെക്കാളും കുറച്ച് യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, വളരെ കുറച്ച് ആളുകൾക്ക് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഈവൻ യങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്ത്രീയാണ് വരുന്നതെങ്കിൽ നിങ്ങളെക്കാളും വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ളതും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതും വളരെ പോപ്പുലർ ആയിട്ടുള്ളതുമായിട്ടുള്ള വ്യക്തിയുമായിരിക്കാം. ഓൾറൈറ്റ്, വളരെ എനർജറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഇനി കണക്ട് ചെയ്യാൻ പോകുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഉണ്ട്, അതിന് സ്റ്റെബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മെച്ചുവേർഡ് ആണ്, വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ടെങ്കിൽ, വളരെ സന്തോഷമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്നുണ്ടെങ്കിൽ, ബട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് എന്ത് വേണം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ സിംഗിൾ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ അതിൽ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് അറിയാം, എന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാം, അത് വരുന്നുള്ളൊരു കോൺഫിഡൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. റൈറ്റ്, സോ റിലേഷൻഷിപ്പിൽ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഡെസ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവേണ്ടത്. ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓൾറൈറ്റ്, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളെ സിറ്റുവേഷൻ ആയിട്ട് ക്ലെയിം ഇറ്റ്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഇത് നിങ്ങൾക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 1. ഇതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാം, ആ ഒരു അട്രാക്ഷൻ ഇതുപോലെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 1. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2.
ഹലോ ഗ്രൂപ്പ് നമ്പർ 2. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് എസ്പെഷ്യലി ഓഗസ്റ്റ് മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സോ മേ ബി ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ഒരു ക്ലാരിറ്റി അത്യാവശ്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, റൈറ്റ്? കമന്റ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. കൺഫ്യൂസ്ഡ് ആണ്, ക്ലാരിറ്റി വേണം. ഓക്കെ, ചിന്തിക്കുക, റിലേഷൻഷിപ്പിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പഠിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതായിരിക്കാം, ഓർ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ ഡോട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ചിലത് നിങ്ങൾ പോയി കണക്ട് ചെയ്യുന്നുണ്ടാവില്ല. സോ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്താണോ നിങ്ങൾക്ക് കാണുന്നത്, നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, അത് കണക്ട് ചെയ്തു വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആൻസർ കിട്ടും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ നിങ്ങൾ എന്തിലാണ് കൺഫ്യൂസ്ഡ് ആക്കുന്നത്, അതിൽ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ട ആൻസർ ഉണ്ട്. അത് വ്യക്തികളെ കുറിച്ചായിരിക്കാം. മേ ബി നിങ്ങൾ കണക്ട് ചെയ്യുന്ന വ്യക്തി നിങ്ങൾക്ക് തന്നെ അറിയാം, രണ്ടും രണ്ട് ഡയറക്ഷനിൽ പോകുന്ന ആളുകളായിരിക്കാം. റൈറ്റ്? ഓഗസ്റ്റ് മാസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനാണ്. അതിന് വേണ്ട ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ എക്സാക്ട്ലി നിങ്ങൾ ആരും നിങ്ങളുടെ അടുത്ത് വന്ന് കൺഫെസ് ചെയ്യോ, ക്ലാരിറ്റി തരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ വെരി കെയർഫുൾ നിങ്ങളുടെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നത് എവിടെയാണെന്നുള്ളത്. കാരണം ചില ആളുകൾക്ക്, എല്ലാവരുടെ സിറ്റുവേഷൻ പറയുന്നില്ല, കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു വഴിക്കാണ് പോകുന്നത്, നിങ്ങളുടെ പാർട്ട്ണർ വേറെ വഴിക്കാണ് പോകുന്നത്. ഓക്കെ, അവിടെ ഒരു ബന്ധം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഒരു ബന്ധം സൃഷ്ടിക്കുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്ലാരിറ്റി ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത്യാവശ്യം വേണ്ട ചില കോൺവെർസേഷൻ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് പ്രോബബ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറെ മുന്നോട്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടുന്നുണ്ട്, ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. സോ ഇൻസ്റ്റീഡ് ഓഫ് ഏതെങ്കിലും പ്ലേസിൽ സ്റ്റക്ക് ആയിട്ട് ഒരു ആൻസർ കിട്ടുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സമയം കളയാതെ പെട്ടെന്ന് നിങ്ങൾക്കൊരു മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതും അതാണ്. എന്താണോ ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, ഡയറക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓരോ കാര്യങ്ങളും നിങ്ങൾ അതുപോലെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, സോ ചില ആളുകൾ നിങ്ങൾ സഡൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട്, അൺഎക്സ്പെക്ടഡ് ആയിട്ട്. ഓക്കെ, അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ചില വ്യക്തികളോട് തോന്നുന്ന ഫീലിങ്സ് ആയിരിക്കാം, ക്രഷ് ആയിരിക്കാം. ഓക്കെ, പെട്ടെന്ന് തോന്നുന്ന ചില ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചില കാര്യങ്ങൾ ഈവൻ അത് മേ ബി അത് ലാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. ബട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ചില ഫീലിങ്സ് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ് അല്ലെ? സോ ചില സമയത്ത് നമുക്ക് അങ്ങനെ ചില ആളുകളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തോന്നാ, ക്രഷ് തോന്നാ. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. നമ്മൾ പറയും ഫ്ലേർട്ട് ചെയ്യുന്നത് ആക്ച്വലി നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ഓക്കെ, പക്ഷെ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും ഹെൽത്തി ആയിട്ടാണ്, ആക്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓഗസ്റ്റ് മാസം നിങ്ങൾ റിലേഷൻഷിപ്പിൽ പല ആക്ഷൻസും എടുക്കാൻ പോവാണ്. ഇത്ര കാലമായിട്ട് കാത്തിരുന്ന് ആലോചിച്ച് മാറ്റി വെച്ചിട്ടുള്ള പല കാര്യത്തിന്റെയും ആക്ഷൻ നിങ്ങൾ എടുക്കുന്നത് ഓഗസ്റ്റ് മാസമാണ്. നിങ്ങൾക്ക് അവിടെ ചോയ്സ് ഉണ്ടാവുന്നില്ല ചില ആളുകൾക്ക് ചില സിറ്റുവേഷനിലേക്ക് ഇറങ്ങി വരിക അല്ലാണ്ട്. ഓക്കെ, നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരേണ്ടതായിട്ടുണ്ടായിരിക്കണം ഓഗസ്റ്റ് മാസം. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു ടൈമിൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കണം, അല്ലെ? ക്രഷ് തോന്നിയിട്ടുള്ള ആളുകൾ, വളരെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ചില ഫീലിങ്സ് തോന്നിയിട്ടുള്ള വ്യക്തികള്, അല്ലെങ്കിൽ ചില വ്യക്തികളോട് നിങ്ങൾക്ക് വലിയൊരു ആത്മബന്ധം തോന്നിയിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കണം, അല്ലെ? സോ ഒരു റിലേഷൻഷിപ്പ് പോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സൗഹൃദമൊക്കെ തോന്നിയിട്ടുള്ള, നല്ലൊരു കണക്ഷനൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള ചില വ്യക്തികൾ ഉണ്ടായിരിക്കണം. അവരായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല, ഒന്നുകിൽ കുറെ കാലമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചിട്ടേ ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ചില വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് ഓഗസ്റ്റ് മാസമാണ്. ഓൾറൈറ്റ്, സോ അത് കണ്ടുമുട്ടുന്ന സമയത്ത് എഗെയിൻ നിങ്ങൾ പരസ്പരം ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വളരെ ഒരു മിറാക്കിൾ ആയിട്ട് തോന്നുന്ന ചില സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ അത്ര ഒരു
സ്ഥാനം കിട്ടിയിട്ടുള്ള ചില വ്യക്തികൾ. ഓക്കെ, അത് പ്രോബബ്ലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ പക്ഷെ നിങ്ങൾക്ക് ഏതൊക്കെയോ രീതിയിലൊരു സ്പെഷ്യൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കണം ഈ വ്യക്തിയുടെ അടുത്ത്. ഓൾറൈറ്റ്, സോ ചിലത് നമ്മൾ ഏതൊക്കെ രീതിയിൽ വളരെ കണക്റ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കാം അല്ലെ. സോ നമ്മൾ എങ്ങോട്ട് പോകുന്ന സമയത്തും ആ ഒരു ത്രെഡ് നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആണ്. ലൈക്ക് ദിസ്. ഓക്കെ, ഒരേ ത്രെഡ് രണ്ടാളുകൾ ഷെയർ ചെയ്യുന്നത് പോലെ. ഓൾറൈറ്റ്, സോ ചില സ്പെഷ്യൽ കണക്ഷൻസ്, സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ തിരിച്ചറിയുന്നത് ഓഗസ്റ്റ് മാസമായിരിക്കാം. അത് വളരെ നിങ്ങൾക്ക് സോൾഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളുടെ സോളിന് അത്ര ഒരു സന്തോഷം, വളരെ ഡീപ്പ് ആയിട്ടുള്ളൊരു ബന്ധം നിങ്ങൾക്ക് ചില ആളുകളുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം സമ്മാനിക്കുന്നത് വളരെ നല്ല സൗഹൃദങ്ങളാണ്. അത് ലൈഫ് ലോങ്ങിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് മാസമാണ്. ഓക്കെ, സോ വളരെ സ്പെഷ്യൽ സൗഹൃദങ്ങളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. സോ അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ ഒരു മാരേജിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്കോ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓഗസ്റ്റ് മാസം നിങ്ങൾ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നുണ്ട്. ഒഫീഷ്യലി നിങ്ങളൊരു ലൈഫ് പാർട്ട്ണർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഒഫീഷ്യലി നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഇതുപോലത്തെ ചില കൺഫ്യൂഷൻസ്, ക്ലാരിറ്റി അതൊക്കെ മാറുന്നുണ്ട്. ഓക്കെ, മാരേജ് ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഓഗസ്റ്റ് മന്ത്. ഓക്കെ, അല്ലെങ്കിൽ മാരേജ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നത് ഓഗസ്റ്റ് മാസമായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇയർ മാർച്ച് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത് ഓഗസ്റ്റ് മാസമായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇയർ മാർച്ചിൽ നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ഓർ അഗെയിൻ അത് ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രഗ്നൻസി ഇൻവോൾവ് ആവുന്നതും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. കണ്ടുമുട്ടലുകൾ ഉണ്ടാവുന്നുണ്ട്, വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മീറ്റിംഗ്സ് ഉണ്ടാവുന്നുണ്ട്. അത് പുതിയ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകളുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്, ഓർ ചില ആളുകൾ കുറെ കാലത്തിന് ശേഷം നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. ഓക്കെ, സോ കൈൻഡ് ഓഫ് റീയൂണിയൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് യൂണിയൻ ആണ് സംഭവിക്കേണ്ടത് എക്സാക്ട്ലി അത് സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് പ്രോബബ്ലി നിങ്ങൾക്ക് അറിയുന്ന വ്യക്തിയാണ്. പുതിയൊരു വ്യക്തിയേക്കാൾ കൂടുതൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈമിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, ഒരു ടൈമിൽ നിങ്ങൾക്ക് അത്ര ഒരു അടുപ്പം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള, നിങ്ങളായിട്ട് നിന്നിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനും ആയിരിക്കാം. സോ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ചില സെപ്പറേഷൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ആ വ്യക്തികളുമായിട്ട് റീകണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നല്ല സൗഹൃദങ്ങള് അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ ഒരു സപ്പോർട്ട്, സ്നേഹം ഒക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മന്ത്. ഓക്കെ, സോ നിങ്ങൾ ലൈഫിൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. ഓക്കെ, ഒരുപാട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും ഇനീഷ്യലി ചില കാര്യത്തിലേക്ക് ഇറങ്ങി വരാൻ, ചില ആക്ഷൻ എടുക്കാൻ, ചില തീരുമാനങ്ങൾ എടുക്കാൻ, ചിലതിലേക്ക് വരാൻ നിങ്ങൾക്കൊരു പേടി ഉണ്ടായിരിക്കണം. പക്ഷെ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സന്തോഷാക്കും ആ ഒരു കാര്യം. ഇറങ്ങുന്നത് വരെ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവുന്നുള്ളൂ. മേ ബി ലൈക്ക് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ വലിയ പേടിയുള്ള ആളുകളായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം മാരേജിനെ പറ്റി, ലൈഫ് പാർട്ട്ണറെ പറ്റി. പക്ഷേ അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്തായിരിക്കാം നിങ്ങൾ പേടിച്ച പോലെയല്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന പാർട്ട്ണർഷിപ്പാണ്, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, നിങ്ങൾ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്, ഫാമിലി, കുട്ടികളിലൊക്കെ ഉള്ള ഒരു ഫാമിലി സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർമണി റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത്ര ഒരു സന്തോഷം നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തുനിന്ന്, എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വളരെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഒരുമിച്ച് ചില തീരുമാനങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എടുക്കുന്നുണ്ട്, ഒരുമിക്കേണ്ട ആളുകൾ തമ്മിൽ ഒരുമിക്കുന്നുണ്ട്, കണ്ടുമുട്ടേണ്ട ആളുകൾ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. അതുപോലത്തെ ചില സന്തോഷമായിട്ടുള്ള, ചില പെർഫെക്റ്റ് ആയിട്ടുള്ള ചില മൊമെന്റ്സ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഓഗസ്റ്റ് മന്ത്. വിഷ് കം ട്രൂ സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ചില ആഗ്രഹ സാഫല്യങ്ങൾ കൂടെ ഉണ്ടാവുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മന്ത്. നിങ്ങൾക്ക് അത്ര സന്തോഷം ഉണ്ടാവും, കാരണം നിങ്ങൾ ഒരുപാട് കാത്തിരുന്നതും, കാരണം നിങ്ങൾക്ക് അത്ര ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇവന്റ്സ് ഉണ്ടായിരിക്കാം, വിവാഹം, എൻഗേജ്മെന്റ്, കണ്ടുമുട്ടൽ, കമ്മിറ്റ്മെന്റ്, ഇതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇത് നിങ്ങളുടെ ഓഗസ്റ്റ് മാസം എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.